MSF വിദ്യാർത്ഥിനി വിഭാഗമായിരുന്ന ഹരിതയുടെ മുൻ നേതാക്കൾക്ക് യൂത്ത് ലീഗിൽ ഭാരവാഹിത്വം നൽകി. ഹരിത മുൻ സംസ്ഥാന അധ്യക്ഷയും MSF മുൻ ദേശീയ വൈസ് പ്രസിഡന്റുമായ ഫാത്തിമ തഹ്ലിയാണ് പുതിയ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി. ഇതാദ്യമായാണ് യൂത്ത് ലീഗ് നേതൃസ്ഥാനത്തേക്ക് വനിതയെ നിയമിക്കുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ഹരിത വിവാദ കാലത്ത് നടപടി നേരിട്ട MSF നേതാക്കൾക്കും ഭാരവാഹിത്വം നൽകിയിട്ടുണ്ട്. അന്ന് MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ലത്തീഫ് തുറയൂരിനെ MSF ദേശീയ വൈസ് പ്രസിഡന്റായി നിയമിച്ചു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ലത്തീഫിനെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തിരിച്ചെടുക്കുകയായിരുന്നു. യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റിയിലേക്ക് ആഷിഖ് ചെലവൂരിനെ നിയമിച്ചു. യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റായാണ് നിയമനം. കൂടാതെ മുൻ ഹരിത നേതാവായ മുഫീദ തസ്നിയെയും വൈസ് പ്രസിഡന്റാക്കി. മറ്റൊരു നേതാവായ നെജ്മ തബ്ഷിറയാണ് പുതിയ ദേശീയ സെക്രട്ടറി. MSF സംസ്ഥാന നേതൃത്വം ഉയർത്തിയ എതിർപ്പ് തള്ളിയാണ് പുറത്താക്കപ്പെട്ടവരെ ലീഗ് നേതൃത്വം തിരിച്ചെടുത്തത്. ഹരിതയുടെ നേതാക്കൾക്കെതിരെ നേരത്തെ സ്വീകരിച്ച അച്ചടക്ക നടപടികൾ ആഴ്ചകൾക്ക് മുൻപ് തന്നെ മുസ്ലിം ലീഗ് നേതൃത്വം പിൻവലിച്ചിരുന്നു. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെതിരെ ഹരിത നേതാക്കൾ നൽകിയ പരാതി ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. ഈ കേസിൽ PK നവാസിന് അനുകൂല നിലപാട് സ്വീകരിക്കാമെന്ന ഉറപ്പിന്മേലായിരുന്നു ഹരിത നേതാക്കളെ തിരിച്ചെടുക്കാനുള്ള തീരുമാനം. എന്നാൽ ഹരിത നേതാക്കൾക്കൊപ്പം നടപടി നേരിട്ട MSF നേതാക്കളെ തിരിച്ചെടുക്കുന്നതിൽ MSF സംസ്ഥാന നേതൃത്വം കടുത്ത എതിർപ്പാണ് ഉയർത്തിയത്. ഈ എതിർപ്പ് മുസ്ലിം ലീഗ് നേതൃത്വം തള്ളുകയായിരുന്നു. 2021 ജൂൺ 22-ന് കോഴിക്കോട് നടന്ന MSF സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ MSF സംസ്ഥാന പ്രസിഡന്റായിരുന്ന PK നവാസ് ഹരിത സംഘത്തെ അഭിസംബോധന ചെയ്ത സംഭവമായിരുന്നു ഹരിത MSF തർക്കത്തിലേക്ക് വഴിവെച്ചത്. സംഘടന സംബന്ധിച്ച വിഷയത്തിൽ അഭിപ്രായം പറയവേ വേശ്യയ്ക്കും വേശ്യയുടേതായ ന്യായീകരണം ഉണ്ടാകുമെന്ന് നവാസ് വിമർശിച്ചതിനെതിരെ ഹരിത അംഗങ്ങൾ രംഗത്തു വരികയായിരുന്നു. തുടർന്ന് നവാസിനെതിരെ ഹരിത നേതാക്കൾ വനിതാ കമ്മീഷനിൽ പരാതി നൽകി. പരാതി പിൻവലിക്കാൻ ഹരിത നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും PK നവാസ് അടക്കമുള്ള MSF നേതാക്കൾക്കെതിരെ കടുത്ത നടപടി വേണമെന്ന നിലപാടിൽ ഹരിത നേതാക്കൾ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതോടെ ലീഗ് ഇടപെട്ട് ഹരിതയെ മരവിപ്പിക്കുകയും പിരിച്ചുവിടുകയും ചെയ്തു. ഇവർക്കൊപ്പം നിന്ന MSF നേതാക്കൾക്കെതിരെയും നടപടി സ്വീകരിച്ചിരുന്നു. ഇതിനിടയിലാണ് ലീഗിന്റെ ഈ പുതിയ തീരുമാനം. ഇത് ലീഗ് നേതൃത്വത്തെ പിടിച്ചു കുലുക്കുമോ എന്ന് കണ്ടു തന്നെ അറിയാം.